ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചക്കക്കുരു വേണം, മാങ്ങ, മുരിങ്ങക്കായ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങക്കായ ഞാനിവിടെ രണ്ടായിട്ട് പിളർന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചക്കക്കുരുയാണ് കേട്ടോ. ഇത് ഞാൻ പകുതി വേവിലാണ് ഈ ചക്കക്കുരു എടുത്തേക്കുന്നത്. ഇനി ഒരു 1/4 സ്പൂണോളം മുളക് പൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ. ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് വേണം. ഇനി വേണ്ടത് നമുക്ക് ഉപ്പാണ്. അത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരിത്തിരി ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ള പച്ചമാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, ഒരു 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/4 സ്പൂൺ നല്ല ജീരകം ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ മാങ്ങ ചേർത്ത കഷ്ണമെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനി നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് ചാറ് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു സ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്താണ് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് എടുക്കുന്നത്. കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അത് ചെറുതായി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇത്രയായപ്പോഴേക്കും നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.